പബ്ലിക് ഇൻ്റലക്ച്വൽസ് എന്ന് റൊമീല താപ്പറും അതുപോലുള്ള പണ്ഡിതകളുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പബ്ലിക് ഇൻ്റലക്ച്വലിന് എന്ത് മലയാളം പറയുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സമൂഹ ബുദ്ധിജീവിയാണെന്ന്. കാരണം പബ്ലിക്കിന് പൊതു എന്നുള്ള പദം യോജിക്കില്ല. സമൂഹ ബുദ്ധിജീവി. ആ സമൂഹ ബുദ്ധിജീവികളാണ് കാലികമായ പ്രശ്നങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതും സൈദ്ധാന്തികമായ എന്തെങ്കിലും അടിത്തറയുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതും. കേരളത്തിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപ് പൊതുപ്രവർത്തനം, പ്രത്യേകിച്ച് ധൈഷണിക മണ്ഡലത്തിൽ പൊതുപ്രവർത്തനം നടത്തിയിരുന്നവരുടെ ഒരു തലമുറ സ്വാതന്ത്ര്യ അനന്തരമുള്ള ഒരു 4 പതിറ്റാണ്ട് കാലം കൂടെ തുടർന്നു. കേസരി ബാലകൃഷ്ണപിള്ള സ്വാതന്ത്ര്യസമര പോരാളിയാണ് എന്ന് പരസ്യമായിട്ട് അംഗീകരിക്കാൻ പലരും തയ്യാറാവില്ലെങ്കിലും ചരിത്ര ഗവേഷകൻ, നിരൂപകൻ, പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ പ്രമുഖനായി നിന്നൊരാൾ. കവികൾ, കവിത്രയത്തിൽ കുമാരനാശാൻ മാത്രമേ അകാലത്തിൽ പൊലിഞ്ഞു പോയുള്ളൂ. 48-ലാണ് ഉള്ളൂർ നിര്യാതനാകുന്നത്. 58-ലാണ്, അത് മാർച്ച് 13-നാണ്, ഇന്നലെയായിരുന്നു എൻ്റെ അടുത്ത്. വള്ളത്തോളിൻ്റെ നിര്യാണ്. 61-ലോ 60-ലോ ആണെന്ന് തോന്നുന്നു കേസരിയുടെ നിര്യാണ്. സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തവരോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായോ പങ്കെടുത്തവരായിരുന്നു പിന്നീട് കേരളത്തിൻ്റെ കാവ്യമണ്ഡലത്തിൽ, കാവ്യലോകത്ത് സജീവമായി നിന്ന ഇവിടെ സൂചിപ്പിച്ച പുതുശ്ശേരി, ONV, വയലാർ, പി. ഭാസ്കരൻ, തിരുനെല്ലൂർ തുടങ്ങിയവരൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് തുടങ്ങി ധൈഷണിക മണ്ഡലത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച EMS, കെ. ദാമോദരൻ, NE ബൽറാം തുടങ്ങിയ മറ്റൊരു പിടി നേതാക്കൾ. അവർ വെറും പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല. സാഹിത്യരംഗത്തും അതുപോലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലും ആധുനിക സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെന്ന നിലയ്ക്ക് അവരുടെ പ്രവർത്തനം ഇതൊക്കെ 1990-കൾ വരെ ശക്തമായി തുടർന്നിരുന്നു. 98-ൽ EMSൻ്റെ നിര്യാണം ഒരു ഘട്ടത്തിൻ്റെ അവസാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷമുള്ള പോക്കുവെയിലുകളായി നിന്നവരാണ് പി. ഗോവിന്ദപിള്ള, ONV, പുതുശ്ശേരി. 2020-ൽ പുതുശ്ശേരിയുടെ നിര്യാണത്തോടുകൂടി ആ രേണുക്കൾ, ആ പ്രകാശരേണുക്കൾ അന്ത്യം വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 1-2 പേരെ കൂടെ വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം. അത് പുതുശ്ശേരിയുടെ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇളംകുളത്തിൻ്റെ ധാര പിന്തുടർന്നുകൊണ്ടുവന്ന MGS നാരായണൻ. പക്ഷേ അദ്ദേഹം നിശബ്ദനാണ്. അദ്ദേഹത്തിന് മധ്യകാല മലയാളവും പ്രാചീന ലിപികൾ വായിക്കാനും ഒക്കെ അറിയുന്നയാളാണ്. അദ്ദേഹം പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല. കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലമായിട്ട് ഇടപെടുന്നില്ല. അവസാനത്തെ ആൾ ഞാൻ പറയും പുതുശ്ശേരിയും തൊട്ട് മുമ്പ് 2016-ൽ നിര്യാതനാകുന്നവരെ ONV. അവർക്ക് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയെന്നൊക്കെയാണല്ലോ ONVയുടെ ആത്മകഥയുടെ പേര് തന്നെ. അത്തരത്തിലുള്ള ഒരു നിര പബ്ലിക് ഇൻ്റലക്ച്വൽസിൻ്റെ അഭാവം അല്ലെങ്കിൽ സാന്നിധ്യം കേരളത്തിൻ്റെ പ്രബുദ്ധതയെ ബഹുദൂരം മുന്നോട്ട് പോകുന്നതും സാർവദേശീയവും ദേശീയവുമായ പ്രശ്നങ്ങളെ സൈദ്ധാന്തിക അടിത്തറയോടുകൂടി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായിരുന്നു. അവരില്ലാത്തൊരു ശൂന്യതയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ പുതുശ്ശേരി സാറിൻ്റെ കാവ്യസഭയെക്കുറിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഞാനൊരു കാര്യം മാത്രമേ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. എനിക്കതിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് 1965-ൽ തുടങ്ങി 2007-ൽ പ്രസിദ്ധീകരിക്കുന്നത് വരെ ഉള്ള നിരന്തരമായ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകളെന്ന് പറഞ്ഞ ഗ്രന്ഥം പുറത്തു വന്നത്. 200ഓളം രേഖകൾ, ശിലാലിഖിതങ്ങൾ, ചെപ്പേടുകൾ. ഈ ചരിത്രരേഖകൾ പരിശോധിച്ചപ്പോൾ ഇന്നലെ സംഭവിക്കുന്ന എന്നും ചരിത്രമായി മാറുന്നതാണല്ലോ. അപ്പോൾ ആ രേഖകളൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രരേഖകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ വസ്തുതകൾ അദ്ദേഹം വസ്തുനിഷ്ഠമായി വിലയിരുത്തിയതാണ് ചിലയിടങ്ങളിൽ നിന്ന് എതിർപ്പിനിടയാക്കിയത്. പുതുശ്ശേരി സാറുമായിട്ട് ആത്മബന്ധം തുടങ്ങുന്നതും അങ്ങനെ ഒരു എതിർപ്പിൽ നിന്നാണ്. ഞാൻ എതിർത്തിട്ടല്ല. അടിസ്ഥാന രേഖകളെന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആദ്യ പഠനഭാഗത്ത് 100 ചില്ലുവാനും പേജ് വരുന്ന പഠനഭാഗത്ത് ഇളംകുളം തുടങ്ങി വെച്ചതും അതിനെ സ്വീകരിച്ചുകൊണ്ട് മറ്റു ചിലരും പറഞ്ഞതുമായ കാര്യങ്ങളും അവർക്ക് പറ്റിയ ചില വീഴ്ചകളെന്ന് പറഞ്ഞു അവർ കണ്ടെത്താൻ കഴിയാതെ പോയതോ അല്ലെങ്കിൽ ദൗർബല്യം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ MGS നാരായണൻ അല്പോ അരിശമുണ്ടായി. അദ്ദേഹം അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും പുതുശ്ശേരി ആദ്യയോടെ സൂചിപ്പിച്ച ഒരു മനോഭാവം ഇക്കാര്യത്തിൽ
പിന്നാണ് ഈ ചരിത്രം പഠിക്കുകയും ചരിത്രത്തിൽ ഗവേഷണ ബിരുദം എടുക്കുകയും ചെയ്തെങ്കിൽ ചരിത്രകാരന്മാരായിട്ട് അംഗീകരിക്കാത്ത ഒരു മനോഭാവം ചരിത്രകാരന്മാർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ ബഹിഷ്കൃതനാണ്. കാരണം എനിക്ക് ഗവേഷണ ബിരുദമില്ല. അതുകൊണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ പോലെയാണ്, ഈ നാടനടിയായതുകൊണ്ട് ഗൾപ്പ് കിട്ടിയില്ല എന്ന് ഒരു സിനിമയിൽ പറയും. അതുപോലെ ഈ PhD ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും പിന്നെ പ്രവേശനത്തിൽ എന്നെ വിലക്കാൻ ആർക്കും സാധ്യമല്ല, ധൈര്യമില്ലാത്തതുകൊണ്ട് വിലക്കില്ല. പക്ഷേ അങ്ങനെ ഒരു അംഗീകാരം, അപ്പോൾ അംഗീകാരമില്ലാത്ത ചരിത്രകാരനാണ് ഈ പുതുശ്ശേരി. അംഗീകാരമുള്ള ചരിത്രകാരന്മാരാണ് ബാക്കിയുള്ളവർ. അങ്ങനെ ഒരു മനോഭാവം പലർക്കുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് MGS അതിശക്തമായിട്ട് പുതുശ്ശേരിയെ വിമർശിച്ചു. അത് കുറേ ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ കുറേ ഭക്തസംഘമുണ്ട്. മിക്കവാറും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർക്കും സാഹിത്യകാരനും ഭക്തസംഘം കൂടെയുണ്ട്, ഭജനസംഘം. ആ ഭജനസംഘക്കാരത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ സാറിനെ കാണുന്നത്. ഞാനും സാറും പിന്നെ സാറിൻ്റെ സഹായിയായിട്ട് നിന്ന ഒരാളും ചിന്ത വാരികയുടെ പത്രാധിപ സമിതിയിലുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, ഗിരീഷ് ചേനപ്പാടി. ഞങ്ങളെല്ലാം കൂടെ സാറിൻ്റെ വീട് പരതി പഴയ രേഖകൾ കണ്ടെത്തുകയും ഞാൻ അതിനെ സംബന്ധിച്ചൊരു ലേഖനം ചിന്ത വാരികയിൽ എഴുതുകയും ചെയ്തു. അതുകൊണ്ട് അതങ്ങ് കെട്ടടങ്ങി. ഞാൻ എഴുതിയതുകൊണ്ടല്ല കെട്ടടങ്ങിയത്, പക്ഷേ ഈ വാദം ഉന്നയിച്ചവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലായിരുന്നു അതിൻ്റെ കിടപ്പ്. ഈ പ്രാചീന ലിപി വായിക്കുക എന്ന് വെച്ചാൽ അതിക്ലിഷ്ടമായൊരു കാര്യമാണ്. 8 ഭാഷ, 8 ലിപി, വട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയ രൂപത്തിൽ എഴുതി വച്ചിട്ടുള്ള അതിനെ വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പലതും വ്യക്തമല്ല, പലതും തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്, പലതും നശിച്ചു പോയിട്ടുണ്ട്. ചെപ്പേടുകളാണെങ്കിൽ ഇടയ്ക്ക് ചിലതുള്ളത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ലൈനായിരിക്കും ഒരു എഴുതുക, അപ്പോൾ അടുത്ത ലൈൻ കാണില്ല. കാണാത്തതുകൊണ്ടൊരു പൂർവാപര ബന്ധമില്ലാത്ത പ്രശ്നം വരും. പക്ഷേ അതിനെ വളരെ ശ്രമകരമായ അധ്വാനം ഏറ്റെടുത്താണ് ഈ പറഞ്ഞ 1965 മുതൽ 2007 ഈ പുസ്തകം ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഉള്ള നിസ്തന്ത്രമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പുസ്തക രൂപത്തിൽ ഇത് പുറത്തു വന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിനെ ആശ്രയിച്ചുകൊണ്ട് ആരും തന്നെ ഗവേഷണം നടത്തുകയോ ഗവേഷണ ബിരുദം എടുക്കുകയോ ചെയ്തിട്ടില്ല കേരളത്തിൽ. ആ പുസ്തകത്തെ ഒരു ചരിത്ര ഗ്രന്ഥമായിട്ട്, ഒരു സൂചികയായിട്ട് കണക്കാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ഗവേഷണം മിക്കവാറും നടക്കുന്നത് ആധുനിക ചരിത്രത്തിലാണ്, കേരള ചരിത്രത്തിൻ്റെ. മിക്കവാറും കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ചരിത്രത്തിൽ ഗവേഷണ ബിരുദം എടുത്തിട്ടുള്ളവരിൽ 90% 99% പേരും ആധുനിക കേരളം എന്ന് പറയുന്ന കൊളോണിയൽ അധിനിവേശം തുടങ്ങിയതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ചുള്ളതാണ്. ഭാഷാ ഗവേഷകരും മധ്യകാല മലയാളത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ ഇളംകുളം പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഇരുളടഞ്ഞ അധ്യായം ഇപ്പോഴും ഇരുളടഞ്ഞ് തന്നെ കിടക്കുകയാണ്. അവിടേക്ക് ഈ മിന്നാമിന്നി വെളിവിനം ഞെക്ക് വിളക്കിൻ്റെ, ടോർച്ചിന് പറയുന്നതാണ് ഞെക്ക് വിളക്ക്, ആ ഞെക്ക് വിളക്ക് തെളിയിച്ച് പുതിയ വെളിച്ചം പുതിയ കസ് കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. കാരണം ഈ ലിപി വായിക്കുക പ്രയാസമാണ്. വായിക്കണമെങ്കിൽ അതിന് സൈദ്ധാന്തികമായൊരു അടിത്തറയും വേണം, പ്രായോഗികമായ പരിശീലനവും വേണം. ഈ പുസ്തകം അദ്ദേഹം ഇപ്പോൾ എൻ്റെ പുസ്തകത്തെ മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എഴുതി എന്ന് പറഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെടാത്തതിന് കാരണം, എനിക്ക് അത്ഭുതമുണ്ടായത് സാറ് മാത്രമേ പറഞ്ഞുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കൃതി 65 തുടങ്ങി 2007 പ്രസിദ്ധീകരിക്കുന്ന കൃതിയിൽ പല സ്ഥലത്തും അദ്ദേഹം ആവർത്തിച്ച് ചില മാർക്സിസ്റ്റ് ചരിത്രകാരൻ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് രീതിശാസ്ത്രത്തെ ഗവേഷണത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചരിത്രകാരന്മാരുടെ പട്ടിക നിരത്തുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. ഒന്ന് ഗോർഡൻ ചൈൽഡാണ്. പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് ഗോർഡൻ ചൈൽഡ്. ബ്രിട്ടീഷുകാരനാണ്. 1929 അന്തരിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്, മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. അത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോനാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ പുസ്തകത്തെ അദ്ദേഹം പുതുശ്ശേരി സാർ അതിൽ ഓർമ്മിക്കുന്നുണ്ട്, ചില ഭാഗങ്ങളിൽ പിന്നെ ഉദ്ധരിച്ച് ചേർക്കുന്നുണ്ട്. മറ്റൊന്ന് D.D. കൊസാംബി. ഒരുപക്ഷേ ചരിത്രരചനയിൽ, ഇന്ത്യാ ചരിത്രരചനയിൽ രീതിശാസ്ത്രപരമായ വ്യതിയാനത്തിന് തുടക്കം കുറിച്ചത് കൊസാംബി ആയിരിക്കും. അത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് S.A. ഡാങ്കയുടെ ഒരു ചെറിയ പുസ്തകമാണ്, ഇന്ത്യ ഫ്രം പ്രിമിറ്റീവ് കമ്മ്യൂണിസം ടു സ്ലേവറി എന്നൊരു ലഘുപുസ്തകമല്ല, അതൊരു ബഹുവാല്യ പരമ്പരയുടെ തുടക്കമായിട്ട് ഡാങ്കയെ ഉദ്ദേശിച്ചതാണ്. ആ പുസ്തകം 1946 47 പ്രസിദ്ധീകരിച്ചു. ഇന്ത്യ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്നും അടിമത്തത്തിലേക്ക്, ഇന്ത്യ ഫ്രം പ്രിമിറ്റീവ് കമ്മ്യൂണിസം ടു സ്ലേവറി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതൊരു മൾട്ടി വോളിയം പുസ്തകമായിട്ടാണ് പ്ലാൻ ചെയ്തത്. അടുത്തദ്ദേഹം അടിമത്തത്തിൽ നിന്നും ഫ്യൂഡലിസത്തിലേക്ക് എന്നായിരിക്കും എഴുതുമായിരുന്നത്. ആ പുസ്തകം
കമ്പോളത്തിലെത്തി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ബോംബെയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഓറിയൻ്റൽ ഭണ്ഡാർഗാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജേണലിൽ JOBA എന്ന് പറയും, ജേണൽ ഓഫ് ഓറിയൻ്റൽ ഭണ്ഡാർഗാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലാണ്, അതിപ്പോഴും അവിടെയുണ്ട്. നാമാവിശേഷമായി കിടക്കുന്നു, ആരും നോക്കാനില്ലാതെ കിടക്കുന്നു ഭണ്ഡാർഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇപ്പോൾ അവിടെ പോയിട്ട് വന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് 1-2 ഉദ്യോഗസ്ഥന്മാരിരിപ്പുണ്ട്, പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ആ ജേണലിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ആ ലേഖനത്തിൻ്റെ ആദ്യ വാചകം ഇത് വിമർശന അല്ലെങ്കിൽ നിരൂപണ യോഗ്യമല്ല, ഈ പുസ്തകം നിരൂപണ യോഗ്യമല്ല. പിന്നെ എന്തുകൊണ്ട് ഞാനിത് നിരൂപണം ചെയ്യുന്നു എന്നതിനാണെങ്കിൽ, ലക്ഷക്കണക്കിനായ ഇന്ത്യൻ തൊഴിലാളികൾ തങ്ങളുടെ ആരാധ്യനായ നേതാവും സൈദ്ധാന്തികനുമായി കണക്കാക്കുന്നയാളാണ് SA ഡാങ്കെ. അദ്ദേഹം പറയുന്നത് സത്യസന്ധവും വാസ്തവമാണെന്ന് ഇവർ വിചാരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഭാവി തലമുറയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകത്തെ നിരൂപണം ചെയ്യുന്നത് എന്നാണ്. ആ പുസ്തകത്തിൻ്റെ ദൗർബല്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനത്തെ വാചകം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഡാങ്കെ, താങ്കൾ ഇനി ചരിത്രം എഴുതരുത്. അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ പിന്നെ ഡാങ്കെ എഴുതിയില്ല. ഡാങ്കെ പിന്നെ എഴുതിയത് അദ്ദേഹത്തിൻ്റെ മകൾ റോസ ദേശ്പാണ്ഡെയും കുറിച്ച് എഴുതിയ ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു മുഖവുര മാത്രമേ പിന്നെ ഡാങ്കെ ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും എഴുതിയിട്ടുള്ളൂ. കാരണം ഡാങ്കയ്ക്ക് മനസ്സിലായി കൊസാംബി പറഞ്ഞതിൽ കാമ്പുണ്ട് എന്ന്. എന്താണ് ചരിത്രം എന്നുള്ളത് വെറും സാഹിത്യ സംബന്ധിയായ ഉപാദാനങ്ങളെ വച്ചുകൊണ്ട് മാത്രം നിർവഹിക്കാനുള്ളതല്ല എന്നാണ്. രാജ്യം ഭരിച്ച മഹാരാജാക്കന്മാരുടെ പട്ടുടുപ്പിൻ്റെ പളപളപ്പല്ല ഒരു ഇരുമ്പുരുക്കുകാരൻ, ഇരുമ്പ് പണി ചെയ്യുന്നയാൾ, ഒരു കരുവാൻ അവൻ്റെ ആയുധം എങ്ങനെ മൂർച്ച കൂട്ടി എന്നുള്ളതാണ് പരിശോധിക്കേണ്ട വിഷയം. ഉൽപ്പാദന ഉപകരണങ്ങളുടെയും ഉൽപ്പാദന ബന്ധങ്ങളുടെയും അനുസ്യൂതമായ വികാസത്തിൻ്റെ കാലഘടനാപരമായ അവതരണമാണ് ചരിത്രമെന്നുള്ള നിർവചനം ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർക്ക് ആദ്യം കൊടുക്കുന്നത് 1948 ഡാങ്കെ കൊസാംബി എഴുതിയ ഈ ലഘുലേഖയിൽ നിന്നാണ്, ഒരു ലഘുപുസ്തകത്തിൽ നിന്നാണ്. 1956 അദ്ദേഹം അത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്ര പഠനത്തിൻ്റെ മുഖവുര എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ആമുഖത്തിൽ, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നത്, അവിടെയാണ് ഈ നിർവചനം കൊടുക്കുന്നത്. അത് പിന്നീട് ഞാൻ തന്നെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഇന്ത്യ ചരിത്ര പഠനത്തിൻ്റെ മുഖവുര എന്ന പേരിൽ തന്നെ. ആ പുസ്തകത്തെ ഉപാദാനമാക്കിക്കൊണ്ടാണ് പ്രൊഫസർ ഇളംകുളത്തിനെയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ ഉപജീവിച്ചുകൊണ്ട് പ്രൊഫസർ ശ്രീധര മേനോൻ കേരള ചരിത്രം, സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകവും മറ്റു ചില പുസ്തകങ്ങൾ എഴുതിയപ്പോൾ അതിനെ ഖണ്ഡന വിമർശനം നടത്തി വാരി നിലത്തടിക്കുക എന്നൊക്കെ പറയുമല്ലോ PK ബാലകൃഷ്ണൻ. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം വരുന്നത് കൊസാംബി എന്ന പുളിങ്കൊമ്പിൽ പിടിച്ചുകൊണ്ടാണ് PK ബാലകൃഷ്ണൻ ഈ സാഹസം ചെയ്യുന്നത്. 1970 ആണ് BA ചരിത്രത്തിൽ കേരള ചരിത്രം ഉൾപ്പെടുത്തുന്നത്. അതേവരെ കേരള ചരിത്രം പഠിക്കാനില്ല. ഇന്ത്യ ചരിത്രം, ബ്രിട്ടീഷ് ചരിത്രം, അമേരിക്കൻ ചരിത്രം, പൂർവേഷ്യൻ ചരിത്രം ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. 1970 ഡിഗ്രി കോഴ്സിൽ ആദ്യമായിട്ട് BA ഡിഗ്രി കോഴ്സിൽ അല്ലെങ്കിൽ കേരള ചരിത്രം ആദ്യം പഠിച്ച ആൾ ഞാനാണ്. ആ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ. പക്ഷേ ഞാൻ തിരിച്ച് MAക്ക് വരുമ്പോൾ കേരള ചരിത്രമില്ല. ഞാൻ പിന്നെ അധ്യാപകനായി ഒരു യുദ്ധം നടത്തിയതിന് ശേഷമാണ്, യുദ്ധം നടത്താനൊക്കെ പിന്നെ മുരളി സാറിനെ പോലുള്ള ആൾക്കാരുടെ ഒരു സഹായം കൂടിയുണ്ട്. കാരണം സംഘടനാപരമായ തൻ്റെ ഇടം വിവരക്കേടിൻ്റെയും കൂടെ തൻ്റെ ഇടമാണ്. അപ്പോൾ ഈ മറ്റേ നാടൻ അടിയാണല്ലോ, അതും അങ്ങനെ അടിച്ച് പിടിച്ചാണ് വരുന്നത്. കാരണം ഒരു 11 അംഗ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞാൻ അംഗമായിരുന്നു, ഞാൻ ചെയർമാനുമായിരുന്നു. ചെയർമാനാകുന്നതൊക്കെ സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നതാണ്. എൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ വിശദമായി പറയുന്നില്ല. ചെറുപ്പക്കാരനായ എന്നെ പിടിച്ച ചെയർമാനാക്കിയപ്പം മുതിർന്ന പലർക്കും അതിൽ അരിശം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവാം. 11 പേരിൽ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ തീരുമാനമെടുത്തു. ആ തീരുമാനം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ ബാക്കി 4 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ PVCക്ക് പരാതി കൊടുത്ത് അടിയന്തിരമായിട്ട് വർഷത്തിലൊരിക്കൽ മാത്രമേ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ യോഗം ചേരാവൂ എന്നൊരു നിബന്ധനയുണ്ട്. പക്ഷേ സാധാരണ സാഹചര്യത്തിൽ PVCക്ക് വേണമെങ്കിൽ അത് വിളിച്ചു ചേർക്കുക. അങ്ങനെ PVC വിളിച്ചു ചേർത്ത് ഈ വിഷയത്തെ ഒരു ഉപവിഷയമാക്കി മാറ്റുകയും മറ്റ് ചിലത് വരുത്തുകയും ചെയ്തു. കാരണം ഇത് സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് പുതിയ വിഷയം പഠിപ്പിക്കാനും തയ്യാറെടുക്കാനും മനസ്സില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കളിയാക്കിയവരൊക്കെ പറയുമായിരുന്നു, ഈ തലമുറ കൈമാറി പൊടിയാതെ ഞങ്ങൾ സൂക്ഷിക്കും, നോട്ട് എഴുതി കൊടുക്കുന്നതേ.
ഒരു കാലത്ത് നമ്മുടെ ഗുരുക്കന്മാർ തരുന്ന നോട്ട് ഞങ്ങൾ എഴുതിയെടുക്കും, ഞങ്ങൾ എഴുതിയെടുക്കും തെറ്റ് അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കും. അത് കുറേ കാലം കഴിയുമ്പോൾ ഈ കൈ കൊണ്ട് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്നൊരവസ്ഥ വരും. അങ്ങനെ തലമുറ കൈമാറി പൊടിയാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് നോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ചില ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് മാറ്റാൻ സാധിച്ചില്ല. അങ്ങനെ മാറ്റാൻ സാധിക്കാത്തത് നമ്മുടെ ഒരുപക്ഷെ അക്കാദമിക സമൂഹത്തിൻ്റെ ദൗർബല്യമാകാം. എന്തായാലും കൊസാംബിയുടെ ഈ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് PK ബാലകൃഷ്ണൻ പറഞ്ഞത്, തെളിവില്ലായ്മയുടെ കഷണ്ടിയിൽ കവിത കൊണ്ടൊരു പിന്നെ എഴുത്തെന്തോ മേളമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞത്. അത് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിലുണ്ട്. അതിപ്പോൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം പിന്നെ ഒരു റൂട്ടർജ് അത് പരിഭാഷപ്പെടുത്താൻ പോവുകയാണ്, അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ആ പുസ്തകം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഉപാദാനമാക്കിയത് എന്താ? മാർക്സിസ്റ്റ് രീതിശാസ്ത്രം ഉപയോഗിക്കുന്നതിൽ ഇവർക്ക് കൃതഹസ്ഥതയില്ലാതെ പോയി, ശേഷിയില്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം പുതുശ്ശേരിക്ക് അറിയാം. കാരണം ഡാങ്കയെ കൊസാംബി വിമർശിച്ച കാര്യം അതിൽ പറയുന്നുണ്ട്. കൊസാംബിക്ക് ശേഷം വന്ന ഇന്ത്യ ചരിത്രകാരന്മാരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മാർക്സിസ്റ്റ് രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കേരള ചരിത്രരചന വളരെ കാലത്തേക്ക് ഉണ്ടായില്ല. അതാണ് കേരളത്തിലെ ഗവേഷകന്മാരുടെ ഒരു പ്രശ്നം. MGS നാരായണനെ പോലുള്ള ആൾക്കാരുടെ മധ്യകാല ചരിത്രമാണ് എഴുതിയത്. കാരണം ഈ രേഖകൾ പെരുമാൾസ് ഓഫ് കേരള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം വർഷങ്ങളോളം ഇളംകുളത്തിൻ്റെ കൂടെ താമസിച്ചും അദ്ദേഹത്തെ കണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നത്. എന്നിട്ടാണത് ഗവേഷണ പ്രബന്ധമാക്കി വന്നു. ആ ഗവേഷണ പ്രബന്ധം കേരള സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന് ഗവേഷണത്തിന് കിട്ടുന്നത് അത് പക്ഷേ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി, മനഃപൂർവ്വം മോഷ്ടിച്ച് മാറ്റിയതാണെന്നൊരു കിംവദന്തി അന്ന് പ്രചരിപ്പിച്ചിരുന്നു. MGSൻ്റെ ഈ പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്ന ഗവേഷണ പ്രബന്ധം അത് പിന്നെ പുസ്തകമായിട്ട് 10-20 കൊല്ലം മുമ്പാണ് വന്നത്. അതിൽ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് MGSന് തന്നെ ബോധ്യമായതുകൊണ്ട് നാട്ടുകാരത് വായിക്കാതിരിക്കാനും വേണ്ടി അത് മോഷ്ടിച്ച് മാറ്റി എന്ന ആക്ഷേപം MGSനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ അപ്പോൾ അത് മധ്യകാല കേരളമായതുകൊണ്ട് ഈ ഗവേഷണ ഈ രേഖകളുടെ പഠനവും പുനരാഖ്യാനവും ആയതുകൊണ്ടും അതിൽ മാർക്സിസ്റ്റ് രീതിശാസ്ത്രം എത്ര കണ്ടു പ്രയോജനപ്രദമാകുന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു ചരിത്രരചന വന്നില്ല. മാർക്സിസ്റ്റ് രീതിയിലുള്ള ചരിത്രരചന വരുന്നത് പിന്നീടാണ്. പക്ഷേ ആദ്യം അത് ഉപയോഗിച്ച ചില പ്രാക്ടീസിങ് പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു. EMS കെ ദാമോദരൻ 1945-43 എന്ന് പറയാം. ആദ്യത്തെ 1939 മദ്രാശി നിയമസഭയിൽ EMS കുട്ടിക്കൃഷ്ണമേനോൻ കുടിയായ്മ കമ്മിറ്റിയിൽ അംഗമായിരുന്നപ്പോൾ വിയോജനക്കുറിപ്പ് എഴുതിയ ഒരെണ്ണം 1943 ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന പേരിൽ, കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന പേരിൽ ഒരു ലഘുലേഖയും 1945 കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒരു സംക്ഷിപ്ത രൂപത്തിൽ വന്നിരുന്നു. 1.25 കോടി മലയാളികൾ എന്ന പേരിൽ. അത് പിന്നെ വികസിപ്പിച്ചാണ് കേരള മലയാളികളുടെ മാതൃഭൂമി എന്നുള്ളത്. പിന്നെ നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പുസ്തകം 52 ഇംഗ്ലീഷിൽ വരുന്നതും കെ ദാമോദരൻ്റെ നിരവധി പുസ്തകങ്ങൾ അത് കേരള ചരിത്രമായിട്ട് സംബന്ധിച്ചും പിന്നെ പണം കൂലി എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചും. അവരൊക്കെ പ്രാക്ടീസിങ് പൊളിറ്റീഷ്യൻസ് ആയതുകൊണ്ട് അവർക്കും ഈ ദോഷമുണ്ട്. കാരണം അവർ ചരിത്രകാരന്മാരെ അംഗീകരിക്കില്ല. കാരണം അവരുടെ രചനയിലെന്തും ഈ ടിപ്പണി കാണില്ല, ഫുട് നോട്ട് കാണില്ല, അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി കാണില്ല. അതൊക്കെയാണല്ലോ ഈ ഗവേഷണത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ നിർബന്ധമായും ചേർക്കണമെന്ന് മൗലികവാദികൾ ശാഠ്യം പിടിക്കുന്നത്. അങ്ങനെ ഒരു മൗലികവാദത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടിപ്പണിയും ഫുട് നോട്ടും ചേർക്കാത്തതാണ് എൻ്റെ ദൗർബല്യം. ഞാൻ ഈ പ്രസംഗ രൂപത്തിൽ നടക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ഇത് ഒന്നും ചേർക്കില്ല. അതൊക്കെ എൻ്റെ മനസ്സിൽ കാണും, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കും. പക്ഷേ ഒരു ഗവേഷണ രീതിശാസ്ത്രമായിട്ട് ആ നിർബന്ധമായിട്ട് കർശനമായ വ്യവസ്ഥ പാലിക്കാറില്ല. അങ്ങനെ പാലിക്കാത്തതുകൊണ്ടാണ് EMSനും ദാമോദരനും NE ബൽറാമിനും ഒക്കെ ഈ ദോഷം സംഭവിച്ചത്. അപ്പോൾ അതിൽ NE ബൽറാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം കേരളത്തിലെ പിന്നെ കർഷക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതുന്ന കൂട്ടത്തിൽ വേലുത്തമ്പിയുടെ കാലം മുതൽ കേരളത്തിൽ കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട്, നാട്ടുകൂട്ടം ഇളക്കമെന്ന പേരിൽ അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും മലബാറിലെ കർഷക കലാപം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്ത് കർഷകർ പാട്ടക്കുടിയന്മാർ സമരം തുടങ്ങിയിരുന്നു എന്ന കാര്യം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. തെളിവുകളൊന്നും കൊടുത്തിട്ടില്ല. എവിടുന്നാണ് അവർക്ക് ആ രേഖ കിട്ടിയതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. EMS തന്നെ പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ദേശാഭിമാനി പത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ വാരാന്ത പതിപ്പിൽ എഴുതിയിരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. അതൊരു പുസ്തകമായിട്ട് പിന്നീട് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കി അതിനാവശ്യമായ പിന്നെ നോട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് എൻ്റെയും കൂടെ സേവനം ആവശ്യപ്പെടും. EMS അല്ല പരിഭാഷപ്പെടുത്തിയത്, വേറെ ആരോമാണ് പരിഭാഷപ്പെടുത്തിയിട്ട് അവരെ പരിശോധിക്കാൻ വരുന്നപ്പോൾ EMS കോട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ ഏതിൽ നിന്ന് അറിഞ്ഞുകൂടാ.
എസ് ഗോപാലിൻ്റെ പിന്നെ ഇത് മഹാദേവ ദേശായി ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയത്, എസ് ഗോപാൽ നെഹ്റുവിനെ കുറിച്ച് എഴുതിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏത് വാല്യത്തിലാണ് ഏത് അധ്യായത്തിലാണെന്നുള്ള കാര്യം പറയാത്തത് കൊണ്ട് ഗവേഷകർക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം പിന്നെ അത് എടുക്കാനായിട്ട്. അതുകൊണ്ട് ഈ കർശനമായ രീതിശാസ്ത്രം പാലിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്തായാലും ഇവരൊക്കെ അങ്ങനെ പാലിച്ചിട്ടില്ല. പക്ഷേ പുതുശ്ശേരി സാറ് ഇത് എഴുതുമ്പോൾ ഈ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്ന ഈ രേഖകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ്. ഒരു രേഖയുണ്ടാകുന്നു, ആ രേഖയ്ക്ക് എന്തൊരു പശ്ചാത്തലം, ഏത് രേഖയ്ക്കൊരു പശ്ചാത്തലം ഉണ്ടാവും. ആ പശ്ചാത്തലത്തെയാണ് നമ്മൾ സമഗ്രമായി പരിശോധിക്കേണ്ടതെന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കേസുണ്ടല്ലോ. സൈന്ധവ സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അയോയുഗം, സൈന്ധവ സംസ്കാരം പിന്നെ വെങ്കലയുഗമാണ്, ബ്രോൺസ് ഏജാണ്, ഇരുമ്പിന് തൊട്ട് മുമ്പുള്ള ഘട്ടമാണ്. പക്ഷേ ഇരുമ്പിന് തൊട്ട് മുമ്പുള്ള നാഗരികത നിലവിലിരുന്ന സൈന്ധവ സംസ്കാരത്തിന് മുമ്പ് തന്നെ അതിനേക്കാൾ പഴക്കമുള്ളൊരു അയോയുഗ സംസ്കാരം വൈഗാ നദിയുടെ തീരത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നിപ്പോൾ തെളിയിച്ചിരിക്കുന്നു. മദ്രാസ് ഗവൺമെൻറ് തമിഴ്നാട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഐരാവത മഹാദേവനും അതേപോലെ IAS ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ഡോക്ടർ ബാലകൃഷ്ണനുമൊക്കെ ഫ്രം ഇൻഡസ് ടു വൈഗ എന്നൊരു പുസ്തകമുണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ. ആ പുസ്തകത്തിലൊക്കെ ഇക്കാര്യങ്ങൾ തീർച്ചയായും ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു രേഖയുണ്ടെങ്കിൽ ആ രേഖയ്ക്കൊരു പശ്ചാത്തലമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പുതുശ്ശേരി സാർ അതിൽ പറയുന്ന ഒരു കാര്യം, ഇവിടെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട പാർത്ഥിവപുരം എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ കൊല്ലങ്കോട്ട് നിന്നും തേങ്ങാപട്ടണത്തേക്ക് പോകുമ്പോഴൊരു സ്ഥലമാണ്, തീരദേശ ഹൈവേ എന്ന് പറയാം, പാർത്ഥിവപുരം. ആ പാർത്ഥിവപുരത്തെ ഒരു രേഖയുണ്ട്. കരുനന്തടക്കൻ എന്ന് പറഞ്ഞ് രാജാവ് അവിടെ കൊടുത്തതാണ്. അത് അവിടുത്തെ ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ അത് ASIയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. ഒരു പൂജകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ആൾക്കാരൊന്നും വരാറില്ല. അതൊരു വൈഷ്ണവ ക്ഷേത്രമാണ്. അതിൻ്റെ പ്രവേശന കവാടത്തിൽ രണ്ട് വശത്തായിട്ട് കല്ലിലാണിത് കൊത്തി വെച്ചിട്ടുള്ളത്. ആ കല്ലിൽ കൊത്തിയതിൻ്റെ തന്നെ ചെമ്പിലെഴുതിയത് പത്മനാഭപുരം നമ്മുടെ കൊട്ടാരത്തിൽ ഇരിപ്പുണ്ട്. അത് കേരളത്തിൻ്റെ ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലാണ്. അവിടെ ഇത് ചെപ്പേടായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കരുനന്തടക്കൻ ഇങ്ങനെ ഒരു രേഖ എഴുതി കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവിടെ വേദപഠനത്തിനായിട്ട് വരുന്ന നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം, അവർക്ക് ആഹാരത്തിനുള്ള വക അടുത്തുള്ള വയലുകൾ കരവഴിവായി ഈ ക്ഷേത്രത്തിന് കൊടുക്കുന്നതായിട്ടാണ്. അവിടെ പഠിപ്പിക്കാൻ വരുന്ന ഗുരുക്കന്മാർക്കും താമസിച്ച് പഠിക്കാനുള്ള ചെലവ് വഹിക്കുന്നതാണ്. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. വേദപഠനം എന്ന് പറയുമ്പോൾ അന്നേ വരെ അറിവുള്ള എല്ലാ ശാസ്ത്രവും പഠിപ്പിക്കും. അത് വേദം പഠിപ്പിക്കും. ശാസ്ത്രം എന്ന് പറയുന്ന പേരിൽ പഠിപ്പിക്കുന്ന ജ്യോതിശാസ്ത്രമാണ്. ആ ജ്യോതിശാസ്ത്രത്തെ നമ്മൾ ജ്യോതിഷമാക്കി മാറ്റി കുഴപ്പമുണ്ടാക്കിയതാണ് ഇന്ന് പറ്റിയത്. ഈ നവഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനമൊക്കെ വരുന്നത് ജ്യോതിശാസ്ത്രം, പക്ഷേ അവർ പറയുന്ന അസ്ട്രോളജി എന്നുള്ള പേരിലാണ്. ഈ ഭാഷാശാസ്ത്രം പഠിക്കുന്ന, പ്രാചീന ഭാഷാശാസ്ത്രം പഠിക്കുന്ന കൂട്ടത്തിൽ ഈ 6 കാര്യങ്ങൾ ആദ്യമേ അവർ പറയും. ഈ ശിക്ഷ, പിന്നെ നിരുക്തം, കൽപ്പം, പിന്നെ വ്യാകരണം, അങ്ങനെ എന്നൊക്കെ പറയുന്നത്, പിന്നെ ഛന്ദസ്, അവസാനം ജ്യോതിഷം. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ ജ്യോതിശാസ്ത്രമാണ്. വാസ്തവത്തിൽ ഈ കാജാബു എഴുതി 12 കളത്തിനകത്ത് അങ്ങോട്ടേക്ക് തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചല്ല അത് പറയുന്നത്. അത് ജ്യോതിശാസ്ത്രമാണ്. ആ ജ്യോതിശാസ്ത്ര ഗ്രഹങ്ങൾ ഏത് ഭാഗത്തേക്ക് അത് വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കണക്ക് കൂട്ടിയിട്ടാണ് ഇത് കാരണം ഇതെല്ലാം ഇന്ന ഭരണകർത്താവ് കരുനന്തടക്കൻ്റെ ഇത്രാം ഭരണവർഷം എഴുതിയ രേഖ എന്ന് മാത്രമേ അതിൽ പറയുള്ളൂ. അപ്പോൾ ഇന്നത്തെ കണക്ക് നമുക്ക് കാലഗണന ക്രോണോളജി നിശ്ചയിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് 12 നിന്ന് വ്യാഴം നിന്ന ചൊവ്വയിലെന്നായിരിക്കും എഴുതുന്നത്. വ്യാഴ നക്ഷത്രം ഇന്ന നിൽക്കുന്ന ദിവസത്തിൽ എഴുതി വെച്ചു എന്നാണ്. അപ്പോൾ അന്നത്തെ മുഴുവൻ അസ്ട്രോണമി നോക്കിയിട്ട് അന്നത്തെ എവിടെയായിരിക്കും ഗ്രഹത്തിൻ്റെ സ്ഥാനം, ആ സ്ഥാനം നോക്കിയിട്ടാണിത് ക്രോണോളജി നിശ്ചയിക്കുന്നത്. ഇതേ സ്ഥാനം നോക്കിയിട്ടാണ് ഇതേ കാലത്ത് നമ്മുടെ തിലകൻ ആര്യന്മാർ ഉത്തരധ്രുവത്തിൽ നിന്ന് വന്നവരാണെന്നും ഓറിയോൺ എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഈ കാലഗണന നിശ്ചയിക്കുന്ന അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതെല്ലാം പഠിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഈ സ്കൂളിൽ ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ചെയ്തു കൊടുക്കുന്നു. അത് തന്നെയാണ് ഇപ്പോഴും പിന്നെ അജ്ഞാതമായി നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ മഹാദേവ ക്ഷേത്രം ഉണ്ടല്ലോ, ഇവിടെ വലിയ ശാലയിലെ കാന്തളൂർ ശാല എന്ന് പറയുന്നൊരു രേഖയുണ്ട്. ആ രേഖകളെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം അറിയണം. എന്തിനത് കൊടുത്തു, ഇങ്ങനെ ഭൂമി ദാനം ചെയ്ത് എന്തിനു വേണ്ടി, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അന്നത്തെ ഭൂബന്ധങ്ങളെക്കുറിച്ച്, ഭൂവുടമ സമ്പ്രദായത്തെക്കുറിച്ച്, അന്നത്തെ വരുമാനത്തെക്കുറിച്ച്, അതിൽ പരാമർശിക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊന്ന് ഈ പറയുന്നത് AD 9-ാം നൂറ്റാണ്ടിലെ ഈ കൊല്ലത്തുള്ള തെരീസാപ്പള്ളി ചെപ്പേടെന്ന് പറയുന്ന തെരീസാപ്പള്ളി എന്ന് പറയുന്നത് അവിടുത്തെ വിദേശിയായ വർത്തക ജോസഫ് മരുവാൻ സബീർ ഈശോ
മാർ ഈശോ എന്ന് പറയുന്ന ആളിന്, അതാണ് മരുവാൻ എന്നുള്ള പേര് വന്നത്, അദ്ദേഹത്തിന് കൊല്ലം പട്ടണത്തിൻ്റെ കച്ചവട കാര്യങ്ങൾക്ക് ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതും അവരുടെ സഹായത്തിനായിട്ട് അന്നത്തെ ആൾക്കാരുടെ സേവനം കൊടുക്കുന്നതുമാണ്. 72 അവകാശങ്ങളാണ് കൊടുക്കുന്നത്. കാരണം ഒരു രാജാവ്, ഒരു നാടുവാഴിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെ ഈ കച്ചവടക്കാരന് വർത്തക പ്രമാണിക്കും കൊടുക്കുന്നു. കാരണം അവർ കൊണ്ടുവരുന്ന, അവർ ഇറക്കുമതി ചെയ്യുന്ന സാധനമല്ല ഇവിടെ വിൽക്കുന്നത്. അവരുടെ കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുക്കുമ്പോൾ അവിടുന്ന് പിരിക്കുന്ന GST, ആ GSTക്കാണ് നാടുവാഴിക്ക് അവകാശം. കച്ചവടക്കാർ ഇവിടുന്ന് സാധനങ്ങൾ ശേഖരിച്ച് അവരുടെ വിലയ്ക്ക് വിദേശിയെ കൊടുക്കുന്നു. വിദേശികൾ ആ വില കൊടുത്ത് സ്വർണ്ണ നാണയോ മറ്റെന്തെങ്കിലും ചെമ്പ് നാണയോ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നു. നാടുവാഴിക്കുള്ള പ്രയോജനം എന്ന് പറയുന്നത്, ഒരു കപ്പൽ എടുത്തു കഴിഞ്ഞാൽ 1000 ദിർഹം, അന്നത്തെ ഒരു നാണയമാണ്, 1000 ദിർഹം നാടുവാഴിക്കുള്ളതാണ്. അപ്പം നാടുവാഴി വിദേശികളെ ക്ഷണിച്ച് കൊണ്ടുവരുന്നത് ഈ ദിർഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ GST കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വർത്തക പ്രമാണിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. 76 അവകാശങ്ങളുടെ കൂട്ടത്തിൽ ആനപ്പുറത്ത് സഞ്ചരിക്കാൻ, പല്ലക്കിൽ സഞ്ചരിക്കാൻ, അതേപോലെ ഈ വിളക്ക് കൊണ്ടുപോകാൻ ഒക്കെ ഉള്ള അവകാശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടും പ്രത്യേക തൊഴിലുകൾ ചെയ്യുന്ന ജാതിപ്പേരിൽ അറിയപ്പെടുന്ന ആശാരി, മൂശാരി തുടങ്ങിയ ജോലിക്കാരുടെ സേവനവും വിട്ടുകൊടുത്തുകൊണ്ടുള്ളതാണത്. അപ്പോൾ അത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആ രേഖ പരിശോധിച്ചാൽ അങ്ങനെയുണ്ട്, ഒരാളുടെ മറുവാൻസൻ ഈശോയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്നല്ലാതെ എന്താണ് അതിൻ്റെ പശ്ചാത്തലം? ഈ കുരക്കേണി കൊല്ലം എന്ന് പറയുന്ന കൊല്ലം തുറമുഖത്തിൻ്റെ പ്രാധാന്യമെന്ത്? അവിടെയൊക്കെ വന്നടുത്തിരുന്ന കപ്പലുകൾ ഏതൊക്കെ രാജ്യത്തിൽ നിന്നുള്ളതാണ്? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്തലം പഠിച്ചെങ്കിൽ മാത്രമേ ഈ രേഖയെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സമഗ്രമായ പശ്ചാത്തല പഠനം നടത്തുന്നിടത്താണ് പുതുശ്ശേരിയുടെ മാർക്സിസ്റ്റ് വീക്ഷണം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാണ്ഡിത്യം പ്രയോജനപ്പെടുന്നത്. അതിന് അദ്ദേഹത്തെ സഹായിച്ച ഘടകങ്ങളെന്ന് പറഞ്ഞാൽ കൊസാംബിയാണ്, അല്ലെങ്കിൽ ഗോർഡൻ ചൈൽഡാണ്, മലയാളത്തിൽ വന്നിട്ടുള്ള മറ്റ് ചിലപ്പോൾ കൃതികൾ, അതിൽ ദാമോദരൻ്റെ EMSൻ്റെയൊക്കെ പേര് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സമഗ്രമായ പഠനം നടത്തിയതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ പുസ്തകത്തെ ഉപജീവിച്ചുകൊണ്ട് മറ്റ് പഠനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നില്ല. മധ്യകാല ചരിത്രം പഠിക്കാൻ മധ്യകാലം എന്നുള്ള പ്രയോഗം തന്നെ ശരിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ട്. ഈ കൊസാംബി പറയുന്നത് പോലെ ഉൽപ്പാദന വിതരണ ഉൽപ്പാദന ഉപകരണങ്ങളുടെയും ബന്ധങ്ങളുടെയും അനുസ്യൂതമായ വികാസത്തിൻ്റെ പഠനമാണ് ചരിത്രം. അപ്പോൾ അനുസ്യൂതമായി വികാസിക്കുമ്പോൾ എങ്ങനെ വരും? ആദ്യകാല കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം കല്ലും മരത്തിലും ഉള്ളതാണ്. പക്ഷേ പിന്നീടാണ് പഞ്ചലോഹം വരുന്നത്. പഞ്ചലോഹം എങ്ങനെ വന്നു? പഞ്ചലോഹം വരണമെന്നുണ്ടെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനുള്ള പഞ്ചലോഹമായ ചെമ്പ്, ഈയം, സ്വർണം, വെള്ളി, നാഗം മുതലായ ലോഹങ്ങൾ വേണം. ആ ലോഹങ്ങൾ പലതും കേരളത്തിൽ ലഭ്യമല്ല. സ്വർണം കേരളത്തിലില്ല, ഈയം കേരളത്തിലില്ല, നാഗം കേരളത്തിലില്ല. അപ്പോൾ ഇതൊക്കെ എവിടുന്ന് വന്നു? അത് ചൈനീസ് വ്യാപാരത്തിൽ നിന്നാണ്. ഗൾഫ് രാജ്യങ്ങളെ നമ്മളെന്ന് വിളിക്കുന്ന അറബി കച്ചവടക്കാരിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഒമാൻ മുതലായ രാജ്യങ്ങളിൽ ഇപ്പോഴും സ്വർണ്ണത്തിളക്കമുള്ള ചെമ്പുപാളികൾ അവിടെ കാണാം, മലയിടുക്കളിൽ പോയാൽ കാണാം. അത് അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ആ വ്യാപാരം, ചൈനീസ് വ്യാപാരികളും അറബി വ്യാപാരികളും കേരളത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിൽ AD 5-ാം നൂറ്റാണ്ടിന് ശേഷം പഞ്ചലോക വിഗ്രഹങ്ങളുള്ള ക്ഷേത്രമുണ്ടായത്. അങ്ങനെ വന്നതെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പശ്ചാത്തലം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കച്ചവടത്തിൻ്റെ ചരിത്രം പരിശോധിക്കണം. കച്ചവട ചരക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആ കച്ചവട ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന 5 വണ്ണം മണിഗ്രാമം തുടങ്ങിയ കച്ചവട സംഘങ്ങൾ, ട്രേഡ് ഓർഗനൈസേഷൻസിൻ്റെ അല്ലെങ്കിൽ ചേംബർ ഓഫ് കോമേഴ്സ്, അന്നത്തെ ചേംബർ ഓഫ് കോമേഴ്സ് ആണല്ലോ, ആ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ചരിത്രം പഠിക്കണം. അവിടെയാണ് മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെ പ്രയോജനപ്പെടുത്തേണ്ടത്. അങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ചരിത്ര ഗവേഷണം നടക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രാചീന ചരിത്രമെങ്കിൽ ആധുനിക പൂർവ്വ കേരളം ഇപ്പോഴും ഇരുളടഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ടത്, എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമല്ല എങ്കിൽ പോലും ഒരു 6 മാസം മുമ്പാണ് എനിക്കൊരു തെളിവ് കിട്ടിയത്. ഈ 1812 തിരുവിതാംകൂറിലെ 378 ക്ഷേത്രങ്ങൾ മൺട്രോ ഏറ്റെടുക്കുകയും അത് സർക്കാരിൻ്റെ വകയാക്കുകയും ചെയ്തു. ആ ക്ഷേത്രങ്ങളുടെ ഭൂമി മുഴുവൻ സർക്കാരിൻ്റെ ഭൂമിയാക്കി പണ്ടാരമാക്കി. പണ്ടാരം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പണ്ടാരപ്പാട്ട്. ഓക്കെ, ആ ഭൂമി ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സർക്കാർ പാട്ടത്തിന് കൊടുത്തു. തെക്കൻ പ്രദേശങ്ങളിൽ ചാന്നാരെന്ന് പറയുന്നവർ, നാടാർ കമ്മ്യൂണിറ്റി, ഈഴവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനി മുഴുവൻ പേർക്കും പാട്ടത്തിന് കൊടുത്തു. സർക്കാർ ഇത് പാട്ടത്തിന് കൊടുക്കാൻ കാരണം അതിൽ നിന്നുള്ള വരുമാനം നോക്കിയിട്ടാണ്. ദേവസ്വം ഭൂമിയിൽ നിന്ന് വരുമാനം വന്നാൽ ദേവസ്വത്തിനേ കിട്ടുകയുള്ളൂ, ക്ഷേത്രങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് സർക്കാരിന് കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെതാക്കണം. ഈ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് തിരുവിതാംകൂറിൽ തുടങ്ങിയത്. ആ ദേവസ്വം വകുപ്പാണ് 1949 ജൂലൈ 1 ദേവസ്വം ബോർഡായി മാറി. ഇത് സമാനമായിട്ട് കൊച്ചി ദേവസ്വം ബോർഡ് വന്നൊക്കെ ഈ അടിസ്ഥാനത്തിലാണ്. 812 ക്ഷേത്രം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വരെ
ഈ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ്, ക്ഷേത്രം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ പൂജയല്ല പ്രശ്നം, അകത്ത് ആര് കയറി ആരിരിക്കുന്നു എന്നുള്ളത് പ്രശ്നമേ അല്ല. അതിൽ ഒരു ബ്രാഹ്മണ കുടുംബവും ഒരു അമ്പലവാസി കുടുംബവും 1-2 പേരും കാണും. ഈ പൂ വെട്ടാനും വെള്ളം കോരാനും ഒക്കെ. ഇപ്പോൾ കഴകം ഈ അരഞ്ഞരഞ്ഞേ തീരും ഹരിചന്ദനം പോലെ എന്ന് ONV സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കഴകക്കാരൻ ഇങ്ങനെ അരങ്ങൻ ഇപ്പം ശരിയാണ്. അരഞ്ഞരഞ്ഞേ തീരും ഹരിചന്ദനം പോലെ. കാരണം കഴകക്കാരൻ ഈ ചന്ദനം അരക്കലാണ്. ഈ ഒരു ഒറ്റ തോർത്തും കൊടുത്ത് പൂണൂലിട്ട് ഇങ്ങനെ അരഞ്ഞരഞ്ഞ് വേർപ്പും ഇങ്ങനെ തുറച്ച് കഴിഞ്ഞ് വരുന്നതിന് മുമ്പിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ഈ ചന്ദനം വെച്ചിട്ട്. ഇത് അവൻ്റെ ജീവിതമാണ്. ഇപ്പോഴും ഒരു വ്യത്യാസമില്ല, തുടർന്നുള്ള കാര്യം ഇരുകാലം കൂടെ നോക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിൻ്റെ ഭരണം എന്ന് വെച്ചാൽ അവിടുത്തെ പൂജാതി കാര്യങ്ങൾ അമ്പലവാസികളും പൂജാരിയും കൂടെ നോക്കിക്കൊള്ളും. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി കൃഷി ചെയ്യുന്ന കുടിയാന്മാർ, ആ കുടിയാന്മാർക്ക് പറയുന്ന പേര് നാട്ടുകൂട്ടം എന്നാണ്. ആ നാട്ടുകൂട്ടം അമ്പലത്തിൻ്റെ പരിസരത്തിൽ ആലിൻ്റെയോ അടുത്തെവിടെയോ കൂടെ ഒരു പാറപ്പുറത്തോ ഇരുന്ന് കൂടിയിട്ടാണ് ഈ ഇരിപ്പു നിലങ്ങളാണ് തെക്കൻ പ്രദേശങ്ങളിൽ കൂടുതലുമുള്ളത്. എല്ലാ ഏലാകളും ആരംഭിക്കുന്ന ഒരു തലക്കുളത്തിൽ നിന്നാണ്. ആ തലക്കുളത്തിൽ നിന്നുള്ള വെള്ളം തോടുകളിലൂടെ കൊണ്ടുവന്ന് ഏതെങ്കിലും അരുവി കയറ്റി പുഴയിലങ്ങ് പോകും. അതിൻ്റെ ഇരുവശവും പാടം, അല്ലെങ്കിൽ ഒരു വശത്ത് പാടങ്ങളിലേക്ക് നോക്കി വീടുകൾ. ഈ പാടങ്ങൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ പാട്ടക്കാർ മാത്രം നോക്കിയാൽ പറ്റില്ല. കർഷക തൊഴിലാളി എന്ന് നമ്മൾ വിളിക്കുന്ന അന്നത്തെ അടിയാള ജാതിയിൽപ്പെട്ടവരുണ്ട്, അവരും കൂടെ വന്നിരിക്കും. ഈ കുളത്തിൽ നിന്ന് വെള്ളം തുറന്നു വിടണം. വെള്ളം തുറന്നു വിടാൻ ഒരുത്തനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്ര നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഈ പഴയ കുളങ്ങളിലെല്ലാം അടിയിൽ വെള്ളം തുറന്നു വിടുന്ന ഭാഗത്ത് കരിങ്കല്ലിലുള്ള ഒരു സാധനമുണ്ട്, 4-5 തുളയിട്ട് വെച്ചിട്ടുണ്ടാവും. ചീപ്പ് എന്നാണ് അതിന് പറയുന്നത്. കണ്ണിയെന്നും ചീപ്പ് എന്നൊക്കെ പറയും. അത് ഇരുമ്പ് കൊണ്ട് തുളച്ചാണ് വയ്ക്കുന്നത്, അതിലെ കൂടി വെള്ളം. അപ്പോൾ അത് ചകിരി കൊണ്ട് അടച്ചാണ് വയ്ക്കുന്നത്. എത്ര ചീപ്പ് തുറക്കണമെന്നുള്ളത് നാട്ടുകൂട്ടം തീരുമാനിക്കും. അതനുസരിച്ച് ആ ഉദ്യോഗസ്ഥൻ മുക്കിളിയിടും. മലയാളത്തിലൊരു നഷ്ടപ്പെട്ടു പോയൊരു പദമാണ് മുക്കിളിയിടുക. വെള്ളത്തിൽ മുക്കിളിയിട്ട് ചെയ്യും. അത് തീരുമാനിക്കുന്ന നാട്ടുകൂട്ടമാണ്. കർഷക തൊഴിലാളികൾ എന്ന വിഭാഗം ജനസംഖ്യയിൽ അംഗസംഖ്യ കുറവാണ്. അപ്പോൾ ആരുടെ പാടം ആദ്യം കൊയ്യണം എന്ന് തീരുമാനിക്കുന്ന നാട്ടുകൂട്ടമാണ്. മാധേവൻ്റെതാണോ മല്ലൻ്റെതാണോ ആദ്യം കൊയ്യേണ്ട തീരുമാനിക്കുന്ന നാട്ടുകൂട്ടമാണ്. അതനുസരിച്ച് തൊഴിലുകളെ ഇങ്ങനെ വിന്യസിക്കും. ഇതാണ് നാട്ടുകൂട്ടം ചെയ്തുകൊണ്ടിരുന്നത്. ആ നാട്ടുകൂട്ടത്തിൻ്റെ പ്രസക്തി 812 മൺട്രോ ഏറ്റെടുത്തപ്പോൾ ഇല്ലാതായി. ആ നാട്ടുകൂട്ടത്തിൽ ഞാൻ പറയാൻ വന്ന കാര്യം, ആ നാട്ടുകൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഈഴവരും ചാന്നാന്മാരെന്ന് പറഞ്ഞ നാടാന്മാരും ഉണ്ടായിരുന്നു. ഞാൻ യാദൃശ്ചികമായിട്ട് നോക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ അടിയാതിരിമാരുടെ കൂട്ടത്തിൽ ഒരു കാവിൽ കുടുംബം എന്ന് കാണുന്നു. ഇന്നും ആ കാവിൽ കുടുംബമുണ്ട്, പക്ഷേ അവർ ഈഴവരാണ്. അപ്പോൾ എങ്ങനെ അവർക്ക് ക്ഷേത്രത്തിൽ അവകാശം കിട്ടി? അപ്പോൾ 812 മുമ്പ് ഈ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവോ പോരാട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തുല്യ അകലം പാലിച്ചുകൊണ്ട്, ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട്, IAS നിന്ന് അകലെയാണല്ലോ KS നിൽക്കാൻ, അങ്ങനെയാണ്, ഒരു അകലം പാലിച്ചുകൊണ്ട്, ആ ഒരു സാമൂഹികമായ നീതി പാലിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു. പക്ഷേ പരസ്പര സഹകരണം ഉണ്ടായിരുന്നു, യാതൊരു വിവേചനവും അതിന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അപ്പം മൺട്രോ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നറിയില്ല, എന്തായാലും സംഭവിച്ച അതിനുശേഷമാണ് നാട്ടുകൂട്ടത്തിൻ്റെ പ്രസക്തി ഇല്ലാതായി. ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം പത്മനാഭൻ്റെ വകയായി. തിരുവിതാംകൂർ പത്മനാഭദാസനാണ്, സർക്കാർ പത്മനാഭൻ്റെതായി. പത്മനാഭൻ്റെ അടുത്ത് പോകാൻ അവകാശമില്ലാത്തവർക്കൊക്കെ അവ ഏറ്റെടുത്ത ക്ഷേത്രങ്ങളിലും പ്രവേശനമില്ലാതായി. അങ്ങനെയാണ് ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് ക്ഷേത്ര പരിസരത്ത് പോകാനുള്ള തടസ്സമുണ്ടായത്. ആ തടസ്സം എങ്ങനെ മാറിയെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞാൻ പറയുന്നത്, ഇത്തരം ഒരു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കാതെ ഒരു രേഖയുണ്ടാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു രേഖയുണ്ടെങ്കിൽ ആ രേഖയ്ക്കൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തെ എങ്ങനെ പരിശോധിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് മാർക്സിസ്റ്റ് രീതിശാസ്ത്രം. അത് കൊസാമ്പി പറഞ്ഞതും പുതുശ്ശേരി സാർ ആവർത്തിച്ചേർക്കുന്നത്, തനതു ചിന്തയ്ക്ക് പകരം വയ്ക്കാവുന്നതല്ല മാർക്സിസം, അത് ഒരു അപഗ്രഥന ഉപകരണമാണ്. തനതു ചിന്തയ്ക്ക് പകരം വയ്ക്കാനുള്ളതെല്ലാം സെറ്റപ്പ് സ്റ്റഡിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി. അതല്ല, അത് ഒരു അപഗ്രഥന ഉപകരണമാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആണി മുറുക്കാനും ഉപയോഗിക്കാം, ആണി അഴിക്കാനും ഉപയോഗിക്കാം. എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് കൈകാര്യം ചെയ്യുന്നവന് മാത്രമേ സാധിക്കൂ. കൈകാര്യം ചെയ്യുന്നവൻ്റെ വിവരം ഇതിലുണ്ടാവും. വിവരക്കേടുള്ളവരാണെങ്കിൽ വ്യാഖ്യാനം തെറ്റും, വിവരമുള്ളവരാണെങ്കിൽ വ്യാഖ്യാനം നേരെയും. അങ്ങനെ വിവരമുള്ളവരുടെ കൂട്ടത്തിലെ ഒരു മഹാനായ വ്യാഖ്യാതാവാണ് അദ്ദേഹം, ഈ പുതുശ്ശേരി രാമേന്ദ്രൻ എന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രകൃതി കേരള സമൂഹം വേണ്ടത്ര വായിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ചരിത്രാധ്യാപകരും ഭാഷാധ്യാപകരും വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചരിത്രാധ്യാപകർ അത് വായിച്ചിട്ടില്ല, ചരിത്ര ഗവേഷകർ ഇപ്പോഴും അതിനെ ഒരു ഉപകരണമാക്കി എടുത്തിട്ടില്ല എന്നുള്ള സങ്കടം പറഞ്ഞുകൊണ്ട് ഈ യോഗ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.